നമുക്ക് തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു ഇച്ചിരി ഇഞ്ചി പുളി വെച്ചാലോ. ഇത് കടു പൊട്ടിച്ച് എണ്ണ മൂത്ത് അതിനകത്ത് ഇഞ്ചി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. പച്ചമണം മാറിയിട്ട് അത് കഴിഞ്ഞിട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, ഇത് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കടു പൊട്ടിച്ച് കരിവേപ്പില ഇട്ട് ഇഞ്ചി ഇട്ട് ഇതൊന്ന് ചെറുതായിട്ട് വാടട്ടെ, പച്ചമണം മാറട്ടെ. ഇഞ്ചിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാടുന്നവരെ ഇളക്കാം. ഇത് വാടി തുടങ്ങി. കായ ഇട്ടപ്പം കാണിക്കാൻ മറന്നുപോയി. ഒരു ശകലം കട്ടക്കായം ഇട്ടിട്ടുണ്ട്. മൂത്ത് ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇതെല്ലാം മൂന്നും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മൂക്കുന്നവരെ ഇളക്കാം. മുളക് പൊടിയും സാധനങ്ങളെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം. തക്കാളി അധികം വാടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് വാടിയാൽ മതി. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. അരിച്ച് വെച്ചിരിക്കുക. നന്നായി തിളക്കട്ടെ. ആവശ്യമായി ചൂടുവെള്ളം കുറെ ഒഴിച്ച് വീഡിയോ പിടിച്ചപ്പോൾ കിട്ടി. ഇത് ആവശ്യമായി ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളച്ച് ഒന്ന് ശരിയാവട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് നോക്കിയിട്ട് ബാക്കിയിടാം. ഇനി നമുക്ക് ആവശ്യമായി ശർക്കര ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ കൊല്ലം നാട്ടിൽ ഇങ്ങനെ വെക്കത്തില്ല, തൃശ്ശൂർ നാട്ടിലെ. ഇഞ്ചിപ്പുളിയൊക്കെ പിരിന്നൊന്ന് പറ്റും. പുളിപ്പും എരിവും മധുരവും എല്ലാം കൂടെ എന്തോ ടേസ്റ്റാണെന്നറിയാമോ. വേണ്ട, എല്ലാവരും ഇങ്ങനെ വെക്കണം കേട്ടോ. സൂപ്പറാ.